ഗുഡ് മോർണിംഗ് ഫാമിലി, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വാവയുടെ കൂടെയുള്ള ഒരു വീക്കെൻഡാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്നിപ്പോൾ ഇച്ചാൻ ഓഫീസിൽ പോകണ്ടാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പതുക്കെയാണ് രാവിലെ എണീച്ചത്. അപ്പോൾ എഴുന്നേറ്റ ഉടനെ കുറച്ച് നേരം അവൾക്ക് എൻ്റെ അടുത്ത് ഇരുന്ന് ഒന്ന് കൊഞ്ചണം. അപ്പം പിന്നെ അവളെ ഒന്ന് ഫ്രഷാക്കി ബ്രഷ് ചെയ്യിപ്പിച്ചു. പിന്നെ ഞാനും ബ്രഷ് ചെയ്ത് രാവിലെ ഒന്ന് റെഡി ആവുകയാണ്. അപ്പോൾ രാവിലെ നമുക്കിവിടെ 8:30 ആകുമ്പോഴത്തേക്കിനും ഫുഡ് വേസ്റ്റ് എടുക്കാനായിട്ട് വരും. അപ്പോൾ അപ്പയും മോളും കൂടെ അത് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് പോവാണ് കേട്ടോ. രാവിലെ പിന്നെ എണീക്കുമ്പോഴേ ഒരു ചായ കിട്ടിയില്ലെങ്കിൽ ആകെ ഒരു മൂഡ് ഓഫ് ആയിരിക്കും അന്നത്തെ ദിവസം മുഴുവൻ. അപ്പോൾ ആദ്യം തന്നെ ആ പരിപാടി അങ്ങ് ഒതുക്കി നല്ല അടിപൊളി ചായ ഇട്ട് കുടിച്ചു. ഈ ലീവുള്ള ദിവസങ്ങളിൽ സാധാരണ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല, സ്കിപ്പ് ചെയ്യാണ് പതിവ്. ലഞ്ച് കുറച്ചും കൂടെ നേരത്തെ കഴിക്കും, അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു പതിവ് കേട്ടോ. പിന്നെ രാവിലെ എണീച്ച് കുറച്ച് നേരം അവളെ ടെറസിലൊന്ന് നടത്താൻ കൊണ്ടുപോകുമ്പോൾ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഷൂസൊക്കെ ഇട്ട് സൗണ്ട് ഉണ്ടാക്കി ഇങ്ങനെ മേലെ കൂടെ നടക്കും കുറേ നേരം. കൂടുതലും ഫ്ലാറ്റുകളും അപ്പാർട്ട്മെൻറ്റും ആയതുകൊണ്ട് നമുക്ക് ഗാർഡനിങ്ങിനുള്ള സ്പേസ് ഒന്നും അധികമില്ല. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ ടെറസിൻ്റെ മുകളിൽ ഒത്തിരി ചെടികളൊക്കെ ഇങ്ങനെ വളർത്തുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു ഏണിയുണ്ട്, അതിലിങ്ങനെ വലിഞ്ഞു കയറി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അത്. പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ താഴേക്ക് പോന്നു. വാവയ്ക്ക് ചെറിയ കോൾഡ് ഉണ്ടായിരുന്നു, അപ്പോൾ അവൾക്ക് ഞാൻ മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഏത്തപ്പഴം പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ തുണികൾ അലക്കാനുണ്ടായിരുന്നു. ഞാൻ പിന്നെ ആ സമയം കൊണ്ട് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചോറിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വന്നു. കുഞ്ഞിനിത് ഏത്തപ്പഴം പുഴുങ്ങിയതും 2-3 കാഷ്യൂസും പിന്നെ പാലും കൂടെ അടിച്ചിട്ടാണ് അവൾക്ക് റെഡിയാക്കിയത്. അപ്പോൾ ആ സമയം കൊണ്ട് വീടൊക്കെ നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല രസമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പാല് കമന്നതേ ഫ്രിഡ്ജിൽ മുഴുവൻ വീണിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇരട്ടി പണിയായി. ഫുഡ് കൊണ്ട് പിന്നതേ അവളുടെ പുറകെ നടന്ന് ഒരുവിധം അതൊക്കെ ഒന്ന് കഴിപ്പിച്ചിട്ടുണ്ട്. പിന്നതേ എൻ്റെ ബാഗും തൂക്കിക്കൊണ്ട് നടക്കുകയാണ്. മൊത്തത്തിൽ വീടാകെ അവൾ നല്ല കുളമാക്കി തന്നിട്ടുണ്ട്. അപ്പോഴേക്കും തുണിയൊക്കെ റെഡി ആയിരുന്നു. പിന്നെ അത് വിരിക്കാൻ വേണ്ടിയിട്ട് ടെറസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരാനായിട്ട് കുറച്ച് പാടാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ ഞാൻ ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒരു റെസിപ്പിയും കൂടെ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം ചേന ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ട് ഒരു 2-3 വിസിൽ അടുപ്പിക്കണം. പിന്നെ ചേന അരിഞ്ഞതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ കാണുന്നത്. കൈ ചൊറിഞ്ഞിട്ട് വയ്യായിരുന്നു. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ എനിക്ക് തേങ്ങ തിരുമാനായിട്ട് ഇവിടെ ആളിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങ, അതുപോലെ തന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി, കുരുമുളക്, ഉലുവ, ഇത്രയും സാധനം നന്നായിട്ട് വറുത്തെടുക്കുക. ഇനി അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് നല്ലപോലെ കരിയാതെ വറുത്തെടുക്കണം. ഇനി അത് നമ്മൾ സാധാ തീയിലൊക്കെ അരയ്ക്കുന്ന പോലെ മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കുക. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും ചെറിയുള്ളിയും കൂടെ കരിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചേനയും കൂടെ ചേർത്ത് കുറച്ച് നേരം വഴറ്റുക. എൻ്റെ ചേന കുറച്ചും കൂടെ വേവാനുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ശകലം നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കിനും നമ്മൾ അരപ്പ് ചേർത്ത് ഒന്ന് ഇളക്കുക. പിന്നെ ഇതിന് ചേർക്കുന്നത് കുടംപുളിയാണ്, അല്ലാതെ നമ്മൾ സാമ്പാർ പുളിയല്ല. അപ്പോൾ ഈ സാധനത്തിൻ്റെ പേര് പേറ്റുപുളി എന്നൊക്കെയാണ് കേട്ടോ. ഞങ്ങളുടെ ആ സ്ഥലത്തൊക്കെ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന സാധനമാണിത്. ചേനത്തീരെന്നും പറയും. നല്ല കിഡിലും ടേസ്റ്റാണ്. പിന്നെ ഞാൻ എൻ്റെ ഏത്തയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ ലഞ്ചൊക്കെ ഓൾമോസ്റ്റ് റെഡിയായി. ചോറും പിന്നെ നമ്മുടെ തീയലും ഏത്തയ്ക്ക മെഴുക്ക് പുരട്ടിയും ഉണക്കമീനും തൈരും ഒക്കെ. വാവയ്ക്ക് വെജിറ്റബിൾസും പരിപ്പും കുറച്ച് തൈരും കൂടെ ഇട്ടിട്ട് അവൾക്ക് റെഡിയാക്കിയിട്ടുണ്ട്. അവൾ പിന്നെ എനിക്ക് തൂത്ത് വൃത്തിയാക്കി തരാണ്. വീട് കിടക്കുന്ന കോലം കണ്ടില്ലേ. ഇനി ഇവിടെ ഉറങ്ങിയിട്ട് വേണം ഇതൊക്കെ എനിക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് ഫ്രഷായിട്ട് അവൾ കുറച്ച് നേരം ഉറങ്ങി. ആ ഗ്യാപ്പിൽ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി നീറ്റാക്കിയിട്ടുണ്ട്. കുഞ്ഞുള്ളതുകൊണ്ട് ശരിക്കും ഡെയിലി വീടൊക്കെ തുടയ്ക്കേണ്ടി വരും. അവളുണ്ടെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. അവൾ ഇതിലൊക്കെ കയറി പിടിക്കാൻ വരും. അതുകൊണ്ട് അവൾ ഉറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോഴത്തേക്കിനും എന്താ ആൾ എണീച്ച് വന്നിട്ടുണ്ട്. കുറച്ച് നേരമേ ഉറങ്ങിയുള്ളൂ. പിന്നെ ബാക്കി തുടയ്ക്കൽ അവൾ ഏറ്റെടുത്തിട്ടുണ്ട്.
അങ്ങനെ പണിയൊക്കെ തീർത്തതേ എനിക്ക് ആശാൻ ഒരു ഓയിൽ മസാജൊക്കെ ചെയ്തു തരാമെന്നും പറഞ്ഞ് ഞാനവിടെ ഇരിക്കുകയാണ്. അവളിതേ കണ്ണും തള്ളി നോക്കി നിൽപ്പുണ്ട്. പിന്നെ വാവയുടെ നഖമൊക്കെ വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഗ്യാപ്പിൽ അതൊക്കെ ഒന്ന് വെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചായ നമുക്ക് നിർബന്ധമാണല്ലോ. അങ്ങനെ മിസ്റ്റർ ഹസ്ബൻഡ് എനിക്കൊരു ചായ ഓഫർ ചെയ്തു. എന്നാൽ അടിച്ച് പതപ്പിച്ച ചായ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുഞ്ഞിന് 4 മണിക്ക് ഫ്രൂട്ട്സാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ അവക്കാഡോ ഒക്കെ മുഴുവനെ കൊടുത്തു കഴിഞ്ഞാൽ അവൾ മൈൻഡ് പോലും ചെയ്തില്ല. അപ്പം ഞാൻ പഴം, ആപ്പിള്, അതുപോലെ അവക്കാഡോ, ബ്ലൂബെറി ഇത്രയും കൂടെ നന്നായിട്ട് അരച്ചിട്ട് കൊടുക്കും. വെള്ളം ചേർക്കത്തില്ല. അല്ലാതെ ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ അവൾ കഴിക്കില്ല. ഞാൻ തൂത്ത് വൃത്തിയാക്കി വീട്ടിലാണ് ഈ കുട്ടി അക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അവൾക്ക് ഫ്രൂട്ട്സൊക്കെ കൊടുത്തു. ഞങ്ങൾ കുളിച്ച് റെഡിയായി. ചുമ്മാ ഒന്ന് വെളിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ചിക്കനൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. തിരിച്ചു വന്ന് പെട്ടെന്ന് തന്നെ അവൾക്ക് റാഗി കൊടുത്തു. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് സ്വീറ്റ്സിൻ്റെ ഒരു ഷോപ്പ് കണ്ട് കുറച്ച് സ്വീറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. ഉണ്ടാക്കി വന്നപ്പോൾ ഞാനതിൽ കുറച്ച് ക്രീമും കസൂരി മേത്തിയും ടൊമാറ്റോ സോസും ഒക്കെ ചേർത്ത് വേറെ എന്തോ ഒരു ഡിഷായിട്ട് മാറി. പാക്കറ്റ് പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, വീറ്റ് പൊറോട്ട. അപ്പോൾ അതും സൈഡിൽ റെഡിയാക്കുമായിരുന്നു. ഇനി ഞങ്ങൾക്ക് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആവാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പാട്ട് പാടാണ്. അപ്പോൾ പൊറോട്ടയൊക്കെ വേഗം റെഡിയാക്കി നല്ല വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു മൂവി കാണാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഒരു വീക്കെൻഡ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.